ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ എട്ടാമത്തെ രാശിയായ വൃശ്ചികം രാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസത്തിലെ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമാന്യ ഫലങ്ങളാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും, തീർച്ചയായും കാണുക. വൃശ്ചികം രാശിയുടെ രാശിയധിപൻ ചൊവ്വയാണ്. വിശാഖത്തിന്റെ 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽ ഉൾപ്പെടുന്നത്. ഈ ഗ്രഹനിലകൾ അനുസരിച്ച് ഈ മാസം നിങ്ങളുടെ ആരോഗ്യം, ശിക്ഷ, സ്നേഹബന്ധം, ദാമ്പത്യം, ഭാഗ്യം, കരിയർ, ബിസിനസ് എല്ലാം എങ്ങനെയായിരിക്കും? വീഡിയോ കാണുക. ഈ മാസത്തെ ഗ്രഹനില നോക്കാം. നിങ്ങളുടെ രാശിപതിപനായ ചൊവ്വ 8-ാം ഭാവത്തിലും 4-ൽ രാഹു, 5-ൽ ശനി, 9-ാം ഭാവത്ത് വ്യാഴം, 10-ൽ സൂര്യൻ, കേതു, അതുപോലെ തന്നെ ബുധനും കൂടെയുണ്ട്. 11-ാം ഭാവത്ത് ശുക്രനുമാണ്. കൂടാതെ ഈ മാസം രാശിപ്രവർത്തനം ചെയ്യുന്ന ഗ്രഹങ്ങൾ 3 സെപ്റ്റംബറിന് ശുക്രനും, 7 സെപ്റ്റംബറിന് ബുധനും, 17-ന് സൂര്യനും, 19 സെപ്റ്റംബറിന് ചൊവ്വയുമാണ് രാശിമാറ്റം ചെയ്യുന്ന ഗ്രഹങ്ങൾ. മാസത്തിന്റെ തുടക്കത്തിൽ രാശിയധിപനായ ചൊവ്വ 8-ാം ഭാവത്തിലാണ്. 8-ാം ഭാവത്തിലെ ചൊവ്വ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ, മാനസിക സമ്മർദ്ദം, സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത, കൂടാതെ പഴയ പ്രശ്നങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ സെപ്റ്റംബർ 19-ന് ചൊവ്വ 9-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ കാര്യങ്ങളിൽ വലിയൊരു മാറ്റം തന്നെ പ്രതീക്ഷിക്കാം. ഭാഗ്യം, യാത്ര, ഉന്നത വിദ്യാഭ്യാസം, ആത്മീയത, പിതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിദേശ ബന്ധങ്ങൾ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനോടൊപ്പം 9-ാം ഭാവത്തിലെ ഉച്ചസ്ഥനായ വ്യാഴത്തിന്റെ സാന്നിധ്യം ഭാഗ്യത്തിന് കൂടുതൽ ശക്തി നൽകുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാസത്തിന്റെ ആദ്യ പകുതിയേക്കാൾ സെപ്റ്റംബർ 19-ന് ശേഷമുള്ള കാലഘട്ടം കൂടുതൽ പ്രതീക്ഷ നൽകുന്നതായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക്. ഈ മാസം നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. ആരോഗ്യ കാര്യങ്ങളിൽ ഈ മാസം വൃശ്ചികം രാശിക്കാർക്ക് കുറച്ച് ശ്രദ്ധ തീർച്ചയായും വേണ്ടതാണ്. 8-ാം ഭാവത്തിലെ ചൊവ്വ മാസത്തിന്റെ ആദ്യ ഭാഗത്ത് ആയതിനാൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ക്ഷീണം, അതുപോലെ തന്നെ ചെറിയ ചെറിയ പരിക്കുകൾ, ഇൻഫെക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അമിതമായ വേഗതയും അശ്രദ്ധയും ഒഴിവാക്കണം. ഡ്രൈവിംഗ് ചെയ്യുന്നവർ, വാഹനം ഓടിക്കുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. സെപ്റ്റംബർ 19-ന് ചൊവ്വ 9-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ആരോഗ്യസ്ഥിതിയിൽ കുറച്ച് ആശ്വാസം ലഭിക്കും. സ്ഥിരമായ ആരോഗ്യ പ്രശ്നങ്ങളോ അസ്വസ്ഥതകളോ ഉള്ളവർ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറിൻ്റെ നിർദ്ദേശം തീർച്ചയായും സ്വീകരിക്കേണ്ടതാണ്. ദിവസവും ചെറിയ രീതിയിലുള്ള എക്സസൈസൊക്കെ, അതുപോലെ തന്നെ ആഹാര നിയന്ത്രണം അത്യാവശ്യം. എഡ്യൂക്കേഷൻ നോക്കുന്നത് 5-ാം ഭാവമാണ്. 5-ാം ഭാവത്ത് വക്രശനി. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ മാസം ശ്രദ്ധയും സ്ഥിരതയും ആവശ്യമായ മാസം തന്നെയാണ്. അപ്പോൾ പഠിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് കോൺസെൻട്രേഷൻ കുറയുക, ഒരേ കാര്യത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരിക തുടങ്ങിയ അനുഭവങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകാം. എന്നാൽ ശനി നൽകുന്ന ഏറ്റവും വലിയ ഗുണം ഡിസിപ്ലിനാണ്. ഡിസിപ്ലിനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുന്ന കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും. പക്ഷേ 9-ാം ഭാവത്തിലെ ഉച്ചസ്ഥനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 5-ാം ഭാവത്ത് പതിക്കുന്നു. അപ്പോൾ ഈ സമയം ഉന്നത വിദ്യാഭ്യാസത്തിനും ഗുരുക്കന്മാരുടെ സഹായത്തിനും വളരെ അനുകൂലമായ സൂചനയാണ്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് 2-ാം പകുതിയിൽ പ്രതീക്ഷ നൽകുന്ന അവസരങ്ങൾ ലഭിക്കും. പ്രണയബന്ധം ഇത് നോക്കുന്നതും 5-ാം ഭാവം തന്നെയാണ്. അപ്പോൾ ഈ മാസം വളരെ ഗൗരവമായ സമീപനം തന്നെ ഉണ്ടാകണം. വക്രശനിയുടെ സ്വഭാവം കാരണം ചില ബന്ധങ്ങളിൽ കുറച്ച് ഡിലേ, അകലം, ആശയക്കുഴപ്പം അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ എന്നിവ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയാണ്. പക്ഷേ സത്യസന്ധതയോടുകൂടിയുള്ള സ്നേഹബന്ധം ഈ കാലഘട്ടം ബന്ധത്തെ കൂടുതൽ പക്വത ആക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. പ്രണയിക്കുന്നവർ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ പിന്തുണ നേടാൻ ശ്രമിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതിനാൽ എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് തന്നെ നടക്കും. ദാമ്പത്യ ജീവിതത്തിൽ അനാവശ്യമായ സംശയങ്ങളും വാക്കുതർക്കങ്ങളും തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. ഈ മാസം വീടുമാറ്റം, കുടുംബവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, വീട്ടിലെ ചില അറ്റകുറ്റപ്പണികൾ, അല്ലെങ്കിൽ സ്വത്ത് സംബന്ധമായ ചർച്ചകൾ എന്നിവ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്.
ജോലി സംബന്ധമായ സമ്മർദ്ദം വീട്ടിലെ ബന്ധങ്ങളെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. 9ാം ഭാവത്തിലെ ശക്തമായ വ്യാഴ സാന്നിധ്യം കുടുംബ ബന്ധങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ മാസം ചില നല്ല ആലോചനകൾ വരാം. എന്നാൽ വിവാഹ നിശ്ചയം പോലുള്ള പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വ്യക്തിഗത ജാതകം കൂടി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഭാഗ്യം. ഈ മാസത്തിലെ ഏറ്റവും ശക്തമായ ഏരിയ തന്നെ ഈ ഭാഗ്യമാണ്. 9ാം ഭാവത്തിലെ ഉച്ചസ്ഥനായ വ്യാഴം വൃശ്ചികം രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ പിന്തുണ നൽകുന്നു. ഹയർ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ദൂരയാത്രകൾ, തീർത്ഥയാത്രകൾ, വിദേശവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളിൽ നല്ല നല്ല അനുഭവങ്ങൾ, ശുഭകാര്യം, മംഗളകാര്യം ഒക്കെ നടക്കുന്നതിനുള്ള സാധ്യത. 2026 മെയ്ക്ക് ശേഷം നിങ്ങൾക്ക് ദൂരയാത്ര, അതുപോലെ തന്നെ തീർത്ഥയാത്ര, ശുഭകാര്യം എന്തെങ്കിലും നിങ്ങൾക്ക് നടന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം അവസാനത്തിനകം തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും. പ്രോപ്പർട്ടി സെയിൽ, പർച്ചേസിങ് ചെയ്യുന്നതിന് ആഗ്രഹിക്കുന്നവർക്കും അതിന് നല്ല സമയം തന്നെയായിരിക്കും. കൂടാതെ വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാകുന്ന ഒരു സമയം തന്നെയാണ് 2026. നിങ്ങളുടെ കരിയർ, ജോലി. വൃശ്ചികം രാശിക്കാർക്ക് ഈ മാസം ഏറ്റവും ശ്രദ്ധിക്കേണ്ട മേഖലയൊന്നാണ് ഇത്. മാസത്തിൻ്റെ തുടക്കത്തിൽ 10ാം ഭാവത്തിൽ സൂര്യൻ, കേതു, ബുധൻ എന്നിവയുടെ സാന്നിധ്യമുള്ളതിനാൽ ജോലി സ്ഥലത്തെ മാറ്റങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, പുതിയ ചുമതലകൾ എന്നിവ ഉണ്ടാകുന്നതിനുള്ള സാധ്യത. ചിലർക്ക് കരിയർ ഡയറക്ഷൻ സംബന്ധിച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടെയുണ്ട്. സെപ്റ്റംബർ 7 ബുധൻ 11ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ കരിയർ മേഖലയിൽ കൂടുതൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ഇൻ്റർവ്യൂസ്, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കരിയറിൽ നിങ്ങൾ ഈ മാസം കിങ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടുന്നതിനും അതുപോലെ തന്നെ അഡീഷണലായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായ, അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. അത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ബിസിനസ്. സെപ്റ്റംബർ 7 ശേഷം ബുധൻ 11ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ ബിസിനസ്സിൽ തന്നെ ഒരു ശക്തമായ മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പുതിയ ക്ലയൻറ്റ്സ് ലഭിക്കുന്നതിനും പഴയ ക്ലയൻറ്റ്സിൽ നിന്നും ബിസിനസ് വീണ്ടും ലഭിക്കുന്നതിനുമുള്ള സാധ്യത. സെപ്റ്റംബർ 15 ശേഷം സൂര്യൻ്റെ 11ാം ഭാവസ്ഥാനവും ബിസിനസ്സിന് വളരെ കൂടുതൽ പിന്തുണ നൽകും. അതുകൊണ്ട് മാസത്തിൻ്റെ 2ാം പകുതി ബിസിനസ്സിൽ ഗ്രോത്ത് താരതമ്യേന വളരെ കൂടുതൽ ആയിരിക്കും. ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്കും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നതിനുള്ള സാധ്യതയാണ് ഈ മാസം. അങ്ങനെ സെപ്റ്റംബർ 2026 വൃശ്ചികം രാശിക്കാർക്ക് ആദ്യ പകുതിയിൽ കുറച്ച് സമ്മർദ്ദവും 2ാം പകുതിയിൽ കൂടുതൽ പുരോഗതിയും നൽകുന്ന മാസമാണ്. കരിയറിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് നെറ്റ്വർക്ക് വഴി നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് പരിശ്രമത്തിലൂടെ മികച്ച ഫലം കിട്ടും. പ്രണയബന്ധങ്ങളിൽ ക്ഷമ ആവശ്യമാണ്. വിവാഹിതർ കുടുംബത്തിലെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരിച്ച് പരിഹരിക്കുക. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ. നിങ്ങളുടെ രാശി അധിപനായ ചൊവ്വയുടെ ബീജമന്ത്രം ഓം ക്രാം ക്രീം ക്രോ സഹ സോമ ബഹുമായ നമഃ നിങ്ങൾ 108 തവണ ഡെയിലി ജപിക്കുക. ഹനുമാൻ ചാലീസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. സമയമില്ലാത്തവർ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും 2 ദിവസമെങ്കിലും നിങ്ങൾ ജപിക്കണം. കൂടാതെ സൂര്യദേവന് ജല അർപ്പണം ഉദിച്ചു വരുന്ന സമയത്ത് 1 മണിക്കൂറിനകമോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷി മൃഗാദികളെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവർക്ക് സഹായിക്കുക. അവർക്ക് ആഹാരം കൊടുക്കുക. കൂടാതെ മാതാപിതാക്കളെ നിങ്ങൾ ശുശ്രൂഷിക്കുക. അവർക്ക് വേണ്ടി അരമണിക്കൂറിലും ചിലവഴിക്കുക. മനസ്സാ വാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക. വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാമജപം. നിങ്ങൾക്ക് പ്രിയമുള്ള ഒരു നാമം നിങ്ങളുടെ നാവിൽ ഏത് സമയം ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. जय श्री राधे कृष्ण प्रेम की बंसी बजती जाए जीवन राधे कृष्ण हो जाए। जिसने द्वेष को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात कहे। प्रेम ही मेरा धर्म है क्षमा ही मेरा
सुख